We shall now discuss about equilibrium of concurrent forces. Concurrent forces എന്ന് പറഞ്ഞാൽ forces whose line of action meet at a common point. അതിനെയാണ് നമ്മൾ concurrent forces എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ രണ്ട് ഫോഴ്സസ് ഇനി ഒരു ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈക്വൽ ഈ വെക്റ്ററിൻ്റെ ലെങ്ത് കാണിക്കുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പോൾ വി ഹാവ് ടു ഫോഴ്സസ് F1 ആൻഡ് F2. ദേ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ദേ ആർ ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ ഇത് രണ്ടിൻ്റെയും അത് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഈ കോമൺ പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൺകറൻറ്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഫോഴ്സസ് ഹൂസ് ലൈൻ ഓഫ് ആക്ഷൻ മീറ്റ് അറ്റ് എ കോമൺ പോയിന്റ്. Now, a body is said to be in equilibrium if no net force. Net force എന്ന് പറഞ്ഞാൽ എന്താണ്? റിസൾട്ടൻറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ വെക്റ്റർ സം ഓഫ് ഓൾ ദി ഫോഴ്സസ് ആക്ടിങ് ഓൺ ദാറ്റ് ബോഡി. ഇപ്പോൾ ഇവിടെ നമ്മളൊരു ബോഡി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇപ്പോൾ ഈ രണ്ട് ഡയറക്ഷനിലും ഈക്വൽ ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള നെറ്റ് ഫോഴ്സ് എത്രയായി? 0 ആയി അല്ലേ? കാരണം ദ സം ഓഫ് ഓൾ ദി ഫോഴ്സസ് എന്ന് പറയുന്നത് F1 പ്ലസ് F2. ഈ രണ്ട് ഫോഴ്സസിൻ്റെയും കൂടെ വെക്റ്റർ സം എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓർ വി ക്യാൻ സേ ദ ഫോഴ്സ് F1 ഈക്വൽ ടു മൈനസ് F2. ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എ ഫോഴ്സ് ഇസ് സെഡ് ടു ബി ഇൻ ഈക്വിലിബ്രിയം ഇഫ് നോ നെറ്റ് ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. എ ബോഡി ഈസ് സെഡ് ടു ബി അല്ലേ? ബോഡി ഇക്വിലിബ്രിയത്തിലാവുന്നത് എപ്പോഴാണ്? if no net force acts on it or the vector sum of all the forces acting on it is equal to 0. അങ്ങനെ vector sum of all the forces 0 ആവണമെങ്കിൽ the forces must be equal and opposite. അപ്പോൾ രണ്ട് ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം F1 plus F2 equal to 0, F1 equal to minus F2. Now suppose there are three concurrent forces. അങ്ങനെയായാൽ എങ്ങനെയാണ് അതിൻ്റെ ഇക്വിലിബ്രിയം അണ്ടർ 3 കൺകറൻറ്റ് ഫോഴ്സസ് വരികയാണെങ്കിൽ അതിൻ്റെ വെക്റ്റർ സം അതായത് F1 പ്ലസ് F2 പ്ലസ് F3 വെക്റ്റർ സം ഓഫ് ഓൾ ദ 3 ഫോഴ്സസ് മസ്റ്റ് ബി ഈക്വൽ ടു 0. അങ്ങനെയായാൽ ദ ബോഡി വിൽ ബി ഇൻ ഇക്വിലിബ്രിയം. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഫോഴ്സ് F1 വേറൊരു ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ് വിചാരിക്കുക F2. അപ്പോൾ വാട്ട് ഈസ് ദ റിസൾട്ടൻറ്റ് ഓഫ് F1 ആൻഡ് F2? വി ഹാവ് ടു ഫൈൻഡ് യൂസിങ് ദ പാരലലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ. അല്ലെ, ഇതിൻ്റെ പാരലലോഗ്രാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ദ ഡയഗണൽ സ്റ്റാർട്ടിങ് ഫ്രം ദി പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വിൽ ഗീവ് ദ റിസൾട്ടൻറ്റ്. അപ്പോൾ ഇതാണ് നമുക്ക് F1 പ്ലസ് F2 എന്ന് പറയുന്നത് ഈ വെക്റ്ററാണ് ഡയഗണൽ. ഇനി F3 എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആൻഡ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ടു F1 പ്ലസ് F2. അപ്പോൾ ഇതാണ് F3. അപ്പോൾ ഇവിടെ ഈ മൂന്ന് ഫോഴ്സസ് F1, F2 ആൻഡ് F3 ആർ കൺകറൻറ്റ് ഫോഴ്സസ്. ദെയർ ലൈൻ ഓഫ് ആക്ഷൻ മീറ്റ് അറ്റ് ദിസ് കോമൺ പോയിന്റ് ആൻഡ് ദേ ആർ ഇൻ ഇക്വിലിബ്രിയം എന്ന് പറയാൻ കാരണം F1 പ്ലസ് F2. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? F1 പ്ലസ് F2 ഈക്വൽ ടു മൈനസ് F3. F1 പ്ലസ് F2 ഈ ഡയറക്ഷനിൽ ഇങ്ങനെയാണ് അല്ലേ? ഇതിൻ്റെ ലെങ്ത് എത്രയാണോ അത്രയും ലെങ്ത് എടുത്തിട്ട് തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരയ്ക്കണം. F3 പറയുന്നത് മൈനസ് ഓഫ് F1 പ്ലസ് F2 ഓർ F1 പ്ലസ് F2 ഈക്വൽ ടു മൈനസ് F3. ഓക്കെ, now we shall discuss about some common forces in mechanics. അപ്പോൾ കോമൺ ഫോഴ്സസ് ഇത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് പഠിച്ചു. ഇനി അതുപോലെ മെക്കാനിക്സിൽ വരുന്ന കോമൺ ഫോഴ്സസിനെ നമുക്ക് രണ്ടായി തിരിക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ബ്രോഡായിട്ട് തിരിക്കുകയാണെങ്കിൽ ആദ്യത്തെ കോണ്ടാക്റ്റ് ഫോഴ്സും രണ്ടാമത്തെ നോൺ കോണ്ടാക്റ്റ് ഫോഴ്സും. അപ്പോൾ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കോണ്ടാക്റ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ദ ടു ബോഡീസ് ഷുഡ് ബി ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ സോ ദാറ്റ് ദ ഫോഴ്സ് ആക്ട്സ്. അപ്പോൾ ഈ ശരിക്കും കോണ്ടാക്റ്റ് ഫോഴ്സസിൻ്റെ ഒറിജിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എല്ലാ ബോഡീസും ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇലക്ട്രിക് ഓർ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ കാരണമാണ് കോണ്ടാക്റ്റ് ഫോഴ്സുകൾ ഉണ്ടാവുന്നത്. അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഫ്രിക്ഷൻ, വിസ്കോസിറ്റി, എയർ റെസിസ്റ്റൻസ്, സർഫസ് ടെൻഷൻ. എക്സാമ്പിൾസ് ഫോർ കോണ്ടാക്റ്റ് ഫോഴ്സസ് ഫ്രിക്ഷൻ. പിന്നെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് ലിക്വിഡ്സ് തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ
അവിടെ ഉണ്ടാവുന്ന ഒപ്പോസിങ് ഫോഴ്സ് എഗൻസ്റ്റ് മോഷൻ അല്ലെ, ഫ്രിക്ഷൻ എപ്പോഴും ഒപ്പോസിങ് മോഷൻ ആണ്, അതിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ലിക്വിഡ്സ് എക്സേർട്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് വിസ്കോസിറ്റി പറയുന്നത്. പിന്നെ എയർ റെസിസ്റ്റൻസ്, സർഫസ് ടെൻഷൻ, ഇതൊക്കെ കോണ്ടാക്ട് ഫോഴ്സസ് ആണ്. കോണ്ടാക്ട് ഫോഴ്സ് ഈസ് ubiquitous എന്ന് പറഞ്ഞാൽ it is present everywhere. It appears everywhere. It is responsible for most visible interactions between macroscopic collections of matter. ഇനി അടുത്ത നോൺ കോണ്ടാക്ട് ഫോഴ്സ്. നോൺ കോണ്ടാക്ട് ഫോഴ്സ് പറയുമ്പോൾ ആ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ ഫിസിക്കലി കോണ്ടാക്ട് ഇല്ലാതെ തന്നെ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. നമുക്കറിയാം അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് എല്ലാ ഫണ്ടമെന്റൽ ഫോഴ്സുകളും. ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, നമ്മളൊരു സാധനത്തിന് മുകളിലേക്ക് എറിഞ്ഞു, അത് എയറിൽ നിൽക്കുമ്പോൾ തന്നെ ഗ്രാവിറ്റി അതിനെ താഴത്തേക്ക് വലിച്ച് താഴത്തേക്ക് ഇടുന്നു അല്ലേ. അപ്പോൾ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കോണ്ടാക്ട് ഇല്ലാതെ തന്നെ ആ ഒരു ഫീൽഡിൽ ഒബ്ജക്റ്റ് എത്തിക്കഴിഞ്ഞാൽ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രിക് ഫോഴ്സ് അല്ലെ, ആ ഫീൽഡിൽ, മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു അയോൺ ഒബ്ജക്റ്റ് വെച്ചാൽ മാഗ്നറ്റ് അതിനെ അട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് ദ ഒറിജിൻ ഓഫ് ഓൾ കോണ്ടാക്ട് ഫോഴ്സസ് സച്ച് ആസ് ഫ്രിക്ഷൻ ക്യാൻ ബി ട്രേസ്ഡ് ടു നോൺ കോണ്ടാക്ട് ഫോഴ്സസ്. എന്തൊക്കെയാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ? ഓൾ ഫോർ ഫണ്ടമെന്റൽ ഫോഴ്സസ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, then strong nuclear force and weak nuclear force, all these are non contact forces. കോണ്ടാക്റ്റിൽ ഇല്ലാതെ തന്നെ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു.